നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ദേശീയ മാധ്യമങ്ങളിലടക്കം ദീർഘനാളത്തെ മാധ്യമപ്രവർത്തന നൈപുണ്യമുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്രസിദ്ധ മാധ്യമപ്രവർത്തകനായിട്ടുള്ള പന്തളം രാജേന്ദ്രനാണ്. അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. സ്വാഗതം. നമസ്കാരം. അടുത്ത വർഷം ഇന്ത്യയുടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 2022 ജൂലൈ 18 ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം 5 വർഷം തികയാൻ പോകുന്നു. 2027 ജൂലൈ 18 ഇന്ത്യയുടെ പുതിയ രാഷ്ട്രപതി വരേണ്ടതുണ്ട്. ഒരു സർപ്രൈസ് കൊടുക്കുന്നതിൽ BJP NDA നേതൃത്വം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് അബ്ദുൽ കലാമിൻ്റെ കാര്യത്തിലായാലും ദ്രൗപദി മുർമുവിൻ്റെ കാര്യത്തിലായാലും ഒക്കെ, അല്ലെങ്കിൽ രാംനാഥ് കോവിന്ദിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ളൊരു സർപ്രൈസ് കാൻഡിഡേറ്റ് തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി കടന്നു വരികയാണ്. അതോടൊപ്പം ഇതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടി നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത്, നമ്മുടെ രാജ്യത്ത് ഇതുവരെയും ഒരു ക്രിസ്ത്യൻ പ്രസിഡൻ്റ് ഉണ്ടായിട്ടില്ല. ആ ഭാഗത്തേക്കൊരു നീക്കവും നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്താണ് സാർ ഇതിൽ പറയാനുള്ളത്? നമുക്ക് BJPയുടെ ഗവൺമെൻറ്റും അതിൻ്റെ പാർട്ടിയും ആയതുകൊണ്ട് ഈ കാര്യത്തിൽ ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. കാരണം പൊടുന്നനെ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്ന പോലെ ഒരു വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് BJP. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ കേന്ദ്രത്തിൽ പ്രസിഡൻ്റായിരിക്കുന്ന ദ്രൗപദി മുർമു മയൂരഗഞ്ച് ജില്ലയിലെ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട അവിടുത്തെ ക്ഷേത്രം അടിച്ചു വാരിയിരുന്ന ഒരു സ്ത്രീ, സ്കൂളിലെ ടീച്ചറുമായിരുന്നു. ആ ബഹുമാന്യയായ ആ ആദിവാസി സ്ത്രീ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് ആവുക, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് മാറുക എന്ന് പറയുന്നത് മയൂരഗഞ്ചിലെ ജനങ്ങളോ ഒറീസയിലെ ജനങ്ങളോ ആ ഒറീസയെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ജനങ്ങളോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെ അപ്രതീക്ഷിതമായ അത്ഭുതങ്ങൾ നമുക്ക് രാഷ്ട്രീയ നഭസിലുണ്ടാക്കുന്ന പാർട്ടി തന്നെയാണ് BJP. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ജൂലൈയുടെ ആദ്യ പാദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിലെ ജൂലൈയുടെ ആദ്യ പാദത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 5 വർഷം മുമ്പ് ഇതേ സമയത്താണ്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂലൈ മാസം 18 2022 വർഷം ദ്രൗപദി മുർമു എന്ന് പറയുന്ന ആദിവാസി ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രപതിയായിട്ട് ചുമതല ഏറ്റെടുത്തു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രപതിക്ക് നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് കൊടുത്തതുപോലെ രണ്ടാമതൊരു ഊഴം കൊടുക്കാം. എന്തുകൊണ്ടാണ്? ഇത് ഈ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഈ സ്ത്രീരത്നം പ്രസിഡൻ്റായിരിക്കെ തന്നെ അവരുടെ കഴിവുകളെല്ലാം തെളിയിച്ചിട്ടുള്ള ആളാണ്. അവർ അന്തർവാഹിനികളിൽ യാത്ര ചെയ്തു അത്ഭുതകരമായിട്ട്. നമുക്ക് പ്രായേണ തോന്നുന്ന അനാരോഗ്യം വകവയ്ക്കാതെ അവരങ്ങനെ യാത്ര ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ MiG-27 വിമാനങ്ങളിൽ പുരുഷന്മാരുടെ ധൈര്യത്തെ തോൽപ്പിക്കുന്ന തരത്തിൽ ഉള്ള യാത്രകൾ, വീരസാഹസിക യാത്രകൾ, അതുപോലെ തന്നെ പട്ടാളക്കാരുടെ ദുർഘടമായിട്ടുള്ള ക്യാമ്പുകളിലേക്കുള്ള സന്ദർശനങ്ങൾ നടത്തി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു വനിതയാണ്. നമ്മൾ പുറമേ കാണുമ്പോൾ കരുത്ത് തോന്നുകയില്ലെങ്കിൽ ഉള്ളിൽ നല്ല ഉൾക്കരുത്തുള്ള ഒരു ആദിവാസി സ്ത്രീ. സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സംശയം, ഹരി ഇവർക്ക് തന്നെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തുകൂടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് കൊടുത്തതുപോലെ. പക്ഷേ ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണ പാർലമെൻറ്റിൽ ഇവർ ബജറ്റ് ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ, ബജറ്റിന് തൊട്ടു മുമ്പായിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം നടത്തുമ്പോൾ അവിടെ വളരെ ദുർബലയായിട്ട് തോന്നിയിരിക്കുന്നു എന്ന ഒരു കമൻ്റാണ് സോണിയാഗാന്ധി നടത്തിയത്. സോണിയാഗാന്ധി എന്ന് പറയുന്ന ആളിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പദവിക്ക് ഒട്ടും യോജിക്കാത്ത ഒരു വളരെ വൃത്തികെട്ട പരാമർശമാണത് നടത്തിയത്. അങ്ങനെയുള്ള പരാമർശം നടത്തിയത് തീർച്ചയായിട്ടും വളരെ സ്പൃഹണീയമായിട്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. പക്ഷേ ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുടുംബത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് പരാധീനതകൾ അതിജീവിച്ച് മുന്നോട്ട് വരേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മക്കളൊക്കെ അകാലത്തിൽ നിര്യാണമടഞ്ഞതിൻ്റെ മാനസികവും ഒരുപക്ഷെ സൈക്കോസൊമാറ്റിക്കുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു സ്ത്രീ ധീരയായിട്ട് 5 വർഷം ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത പദവിയിൽ ഇരുന്നു എന്നതു തന്നെ അവർക്കുള്ള
വീരശൃംഖല തന്നെയാണ്. സോണിയാഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. പക്ഷേ രണ്ടാമതൊരു ഊഴം അവരാഗ്രഹിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അവരാഗ്രഹിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, അദ്ദേഹം ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആയിട്ടുള്ള ഗവൺമെൻറ് തീർച്ചയായിട്ടും രണ്ടാമതൊരു ഊഴം കൂടി നൽകുമായിരുന്നു. പക്ഷേ അതിനുള്ളൊരു ആഗ്രഹമോ അധികാരമോഹമോ ഒട്ടുമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ത്രീയാണ്. പണ്ടൊരു അധ്യാപികയായിരുന്നു. ആ അധ്യാപികയുടെ ജീവിതത്തിലേക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടും കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൊണ്ടും പോകാനായിരിക്കും അവർ സ്വാഭാവികമായിട്ടും ഉദ്ദേശിക്കുക. അധികാരമോഹം തീണ്ടിയിട്ടേ ഇല്ല, അഴിമതി തീണ്ടിയിട്ടേ ഇല്ലാത്തൊരു സ്ത്രീയാണ്, വളരെ ലളിതമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അതിനു മുമ്പ് രണ്ടാമത്തെ ഒരു ഓപ്ഷനിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള CP രാധാകൃഷ്ണനെ ആ പദവിയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. CP രാധാകൃഷ്ണൻ ഒരു OBC ആണ്, പക്ഷേ അസാധാരണമായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിച്ച ആളാണ്. രാജ്യസഭാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും സഞ്ചരിച്ചുകൊണ്ട് സംസാരിച്ച് ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ്. രാജ്യസഭ നടക്കുമ്പോൾ നല്ല പക്വതയോടുകൂടി ഒരു വിവാദവും ഉണ്ടാക്കാൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ 2 ഊഴമൊക്കെ കഴിയുമ്പോഴാണ് സാധാരണഗതി പ്രസിഡന്റ് പദവിയിലേക്കൊരു അപ്ഗ്രഡേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള ഒരു സമയമായിട്ടില്ല. പക്ഷേ സമയമായിരിക്കുന്നത് അടുത്ത വർഷം നമ്മുടെ രാജ്യത്തിൻ്റെ 7 സംസ്ഥാനങ്ങളിലേക്ക്, അതിൽ പലതും വളരെ എല്ലാം പ്രധാനമാണ്, ചിലത് സുപ്രധാനമായിട്ടുള്ളതാണ്, അവിടേക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്തുകയാണ്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗോവ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, മണിപ്പൂർ, UP, HP, അതായത് ഹിമാചൽ പ്രദേശ്. ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഗവൺമെൻറ് അവിടെ പോകുമെന്നുള്ള ഉറപ്പാണ്. ഗുജറാത്ത്. പക്ഷേ ഗോവ റീറ്റെയിൻ ചെയ്യണം BJPക്ക്. അവരുടെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. കാരണം FCRA ബില്ലും ഒക്കെ വന്നിട്ട് ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒരുമാതിരി കലഹം കൂട്ടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെ ഇസ്ലാം സമുദായത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയിയുടെ മഠം പോലുള്ള സ്ഥാപനങ്ങളും ധാരാളമായിട്ട് പുറത്തുനിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ ശരിക്കുള്ള കണക്കുള്ളതുകൊണ്ട്, കണക്കിൽ കള്ളമില്ലാത്തതുകൊണ്ടും അവർക്ക് പ്രശ്നമില്ല. പക്ഷേ പല സംഘടനകളും, ഉദാഹരണത്തിന് പെന്തക്കോസ്ത് സംഘടനകൾ ഒരുപാട് കള്ളത്തരം അഴിമതിയൊക്കെ കാണിക്കുന്നുണ്ട്. അവർ ഉപയോഗിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് വാങ്ങാനും പറ്റിയ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ടവണ്ണം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അരിശവും വിദ്വേഷവും ഒക്കെ തോന്നും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്ക് BJPയിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസം റീറ്റെയിൻ ചെയ്യാൻ ഈ പ്രാവശ്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയാണ്, അതിന് കാര്യക്ഷമതയുള്ളൊരു പാർട്ടിയാണ് BJP. ഇപ്പം നോക്കൂ, നമ്മളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഗോവയുണ്ട്. അവിടെ ഇപ്പോൾ സേഫാണ്. പക്ഷേ ഗോവ അവർക്ക് റീറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുണ്ടെങ്കിലും BJP ജയിച്ചു. അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു ഹിന്ദുവാണ്. അപ്പോൾ ഈ FCRA മൂലം കേരളത്തിലുൾപ്പെടെ BJPക്ക് നേരിട്ടിട്ടുള്ള അവമതിപ്പ് ഇല്ലാതാക്കാൻ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ തന്നെ, പ്രത്യേകിച്ചും കാത്തോലിക്സ്, ഗോവയിലുള്ളത് കാത്തോലിക് വിഭാഗത്തിൽപ്പെട്ടതാണ്, ആ ആളിനെ തന്നെ പ്രസിഡൻ്റായിട്ട് വെച്ചാൽ 2 ഉണ്ട്. നെയ്യപ്പം തിന്നാൽ 2 ഉണ്ട് ഗുണമെന്ന് പറയുന്നത് പോലെ നമുക്ക് കഴിക്കുകയും ചെയ്യാം, എണ്ണ വരുന്നത് നമുക്ക് ദേഹത്ത് പുരട്ടുകയും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറയുന്നത് പോലെ അങ്ങനെ വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ പോപ്പ്, വത്തിക്കാനിലെ പോപ്പ്, അഖില ലോക കാത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി കൂടിയാണ്. അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും പ്രസിഡന്റ് വിളിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തേക്ക് അദ്ദേഹം സന്ദർശനം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ രാജ്യത്തെ ക്രിസ്തു മത വിശ്വാസികളുടെ വലിയൊരു ആവശ്യമാണത്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട വിശ്വാസം നോർത്ത് ഈസ്റ്റിലും അതുപോലെ കേരളത്തിലും ഒക്കെ നഷ്ടപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത് സംശയാസ്പദമായിട്ടുള്ള അതൊരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ടിൽ പറയുന്ന കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ജോർജ് കുര്യനൊക്കെ കാഞ്ഞിരപ്പള്ളി ജയിക്കായിരുന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവം വരും. ജോർജ് കുര്യൻ്റെ കാര്യം പറയുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. ജോർജ് കുര്യൻ രാജ്യസഭയിൽ മെമ്പർഷിപ്പ് കൊണ്ടാണ് മന്ത്രിയായിരുന്നത്. അതിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ തോറ്റും കഴിഞ്ഞു. ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റായിട്ട് BJP വിട്ടതാണ്. അവിടെ ജയിക്കുവാണെങ്കിൽ അദ്ദേഹം മന്ത്രിയായിട്ട് തുടരും, അല്ലെങ്കിൽ ഇല്ല എന്ന് കാണിച്ചു കൊടുത്തതാണ്.
അപ്പോൾ ഇതിന് പകരം ഒരു മന്ത്രി കേരളത്തിൽ നിന്ന് വരും തീർച്ചയാണ്. അത് ആരായിരിക്കും എന്നുള്ള കാര്യത്തിലുകൊണ്ട് രണ്ട് പക്ഷേ ഇതും കൂടെ കമ്പയർ ചെയ്ത് നമ്മുടെ താല്പര്യമായതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം അതിന് പകരം ആരായിരിക്കും വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ അതിനകത്ത് നമ്മൾ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നുണ്ട്, ജോർജ് കുര്യനെ ഉൾപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിനുള്ള ചാൻസ് പൊളിറ്റിക്കൽ സ്റ്റഡി അനുസരിച്ച് വെറും 5%. അതിന് തൊട്ടു മുകളിൽ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. എന്താ കാര്യം? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. 3/2 ഭൂരിപക്ഷത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുക. അത് ഈ വനിതാ ബിൽ പാസ്സാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു കൂടുതൽ സ്ത്രീകളെ നേരത്തെ അവർക്ക് 11 പേര് സ്ത്രീകളായിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം 8 പേരേ ഉള്ളൂ അവർക്ക് സ്ത്രീകളായിട്ട് മന്ത്രിസഭയിൽ. അത് വർദ്ധിപ്പിക്കാൻ ഒരു ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ നിന്ന് അവരുടെ കഴിവുകളെ ആത്മാർത്ഥത ഇവരെടുക്കുന്നത് ഇപ്പോൾ സഹമന്ത്രിയായിട്ടായിരിക്കും. സഹമന്ത്രിയായിട്ടുള്ളപ്പോൾ വലിയ എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാരെ അല്ല നോക്കുന്നത്. ക്യാബിനറ്റ് നോക്കുമ്പോൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള ആൾക്കാരെ എടുക്കും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ സെക്രട്ടറിമാരുടെ ഒരു യോഗം വിളിച്ചിരുന്നു. അപ്പോൾ ഓരോ വകുപ്പിലും എന്തൊക്കെയാണ് പാളിച്ചകൾ അത് ഭരിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള ഒരു മാർക്കടിയിലായിരുന്നു അത്. അപ്പോൾ അതിൽ മാർക്ക് കുറഞ്ഞവരെ എല്ലാം പുറത്താക്കും. അതിൽ ആദ്യം പുറത്താവാൻ പോകുന്ന ഒരാളുടെ കാര്യം ഞാൻ പറയാം. ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി. ടെസ്റ്റൊക്കെ നടത്തി NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ തലതെറിക്കാൻ സാധ്യതയുണ്ട്. എന്താ കാര്യമാണെന്ന് അറിയാമോ? ഇവർ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യും. ഒരു വകുപ്പ് പരാജയപ്പെട്ടാൽ ആ വകുപ്പിൻ്റെ മന്ത്രി ആരോ അവരെയാണ് അവർ ഗില്ലറ്റിൻ ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള മന്ത്രിയുടെ കാര്യത്തിലും അല്ലാണ്ട് ഇത് തന്നെ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? കോവിഡ് കാലത്ത് മന്ത്രിയെ അവർ മാറ്റിയിരുന്നല്ലോ. കോവിഡ് കാലത്ത് അവർ മന്ത്രിയെ മാറ്റിയപ്പോൾ കഴിവുള്ള ഒരു മന്ത്രിയെ ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ട് വെച്ചിരുന്നു. അതുപോലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അഗ്നിപരീക്ഷയായിരിക്കും. ഇനി ധർമ്മേന്ദ്ര പ്രധാനെ ജൂൺ 16 തന്നെ മാറ്റാനിരുന്നതാണ് അവർ. മാറ്റാത്തത് എന്തുകൊണ്ടെന്ന് പറയുക, അതാണ് വലിയൊരു രസം. ആ സമയത്താണ് കോക്രോച്ച് പാർട്ടി ഇതെങ്ങനോ സൂചന കിട്ടി ഇയാളെ മാറ്റുമെന്ന് എന്നും പറഞ്ഞ് ജന്തർ മന്ത്രിൽ പോയി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റണം. ആ സമയത്ത് BJP ഗവൺമെൻറ് അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കണ്ടോ, ഞങ്ങളുടെ സമരം വിജയിച്ചു. അങ്ങനെ ഇപ്പോൾ വിജയിക്കണ്ട 4, 3, 7 പേരാണ് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ നരേന്ദ്രമോദിയെ ഇപ്പോൾ അട്ടിമറിക്കുമെന്ന് വിശ്വസിച്ചിരുന്നവർ എല്ലാം നിരാശരായി എളിഭ്യരായി പോയ സംഭവമാണ്. അതുകൊണ്ട് കുറച്ചു കാലം കൂടെ ധർമ്മേന്ദ്ര പ്രധാൻ എഴുതുന്നു എന്ന് പറയും. ഈ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ മെഡിക്കൽ പരീക്ഷ, നീറ്റ് പരീക്ഷ തന്നെ ഇത്രയും എന്തോ യുദ്ധ സമാനമായിട്ടല്ലേ നടത്തിയത്? എയർഫോഴ്സ് വിമാനങ്ങൾ വരെ ഉപയോഗിച്ചാണ് ചോദ്യപേപ്പർ കൊണ്ടുപോയി രാജ്യത്ത്. ഇന്ന് വരെ നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു പാളിച്ച അവിടെ ഉണ്ടെങ്കിൽ കോക്രോച്ച് പാർട്ടിക്ക് പിന്തുണ കൂടിയനെയും ഈ രാജ്യം മുഴുവൻ അതൊരു പ്രക്ഷോഭമായനെയും വളരെ വളരെ വിദഗ്ധമായിട്ട് നടത്തി, ബ്രില്യൻ്റ് ആയിട്ട് നടത്തി. അവർക്ക് വോയിസ് ഇല്ലാതെ പോയി. കോക്രോച്ച് പാർട്ടി ഇപ്പം മലർന്ന് കിടക്കുന്ന പാർട്ടിയായിട്ട് കിടക്കുകയാണ്. ആരും ഒന്ന് കമഴ്ത്തിയിടാനില്ലാത്ത അവസ്ഥയിലേക്ക് അതിനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതാണ് തന്ത്രം. പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റും. അത് നിങ്ങൾ പറഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നടത്താൻ പോകും. ഇനി എന്ന് നടക്കും? മൺസൂൺ സെഷൻ നടക്കും. വടക്കേ ഇന്ത്യയിലൊക്കെ മൺസൂൺ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൺസൂൺ കഴിഞ്ഞിട്ടാണ്. ആയതുകൊണ്ട് ആ സമയത്തോടെ ഇപ്പോൾ വരാറായിരിക്കുകയാണ് അടുത്ത സമ്മേളനം. ആ സമ്മേളനത്തിന് ഇടയ്ക്ക് വെച്ച് തന്നെ മാറ്റം വരും. ഇപ്പോൾ സമ്മേളനം നടക്കണമെന്നല്ല മന്ത്രിസഭയെ മാറ്റം വരുത്താൻ. പക്ഷേ ജൂൺ 16 കോക്രോച്ച് പാർട്ടി വന്ന് ഈ നശൂനം കാണിച്ചതുകൊണ്ട് അത് അങ്ങോട്ട് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഗോവയിൽ നിന്നുള്ള ഇവരുടെ ഒരു നേതാവിനെ തന്നെ മിക്കവാറും പ്രസിഡൻ്റായിട്ട് കൊണ്ടുവന്നൊരു സർപ്രൈസ് ഉണ്ടാക്കാനാണ് ശ്രമം. അതുപോലെ തന്നെ കാശ്മീർ ഗവർണറായിട്ടുള്ള JNK ഗവർണറിനെ ഇപ്പോൾ ലെഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹ എന്നാൽ ഒന്നാം തരമായിട്ട് അവിടുത്തെ ഭീകരവാദത്തോട് പോരാടി വിജയിച്ച് കഴിവ് തെളിയിച്ച ആളാണ്. സമർത്ഥനായിട്ടൊരു RSSകാരനുമായിരുന്നു അദ്ദേഹം മെറിറ്റിൽ ഒന്നാമത് നിൽക്കുന്ന അദ്ദേഹമാണ്. പക്ഷെ മറ്റു പരിഗണനകൾ വരുമ്പോൾ ഇവരാരെയാണ് വെക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്തായാലും കേരളത്തിൽ നിന്നൊരു ചാൻസ് കാണുന്നില്ല. എങ്ങനെയാണ് ഹരി കാണുന്നുണ്ടോ? ഏതെങ്കിലും ചാൻസ് ഉണ്ടോ? അങ്ങനെ കേരളത്തിൽ പക്ഷേ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ അടുത്തൊരു മന്ത്രിയാകാനുള്ള ചാൻസ്. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ക്യാരക്ടർ BJPക്ക് ഏറെ ഗുണകരമാണ്. അവർ മന്ത്രിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റേച്ചർ ഇനിയും വരും. അങ്ങനെ അല്ലാതെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഇതിൻ്റെ ഇടയിൽ എങ്ങനെയോ പാളിച്ച തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർ കുത്തിത്തിരികിയ ചില പാളിച്ചകളുണ്ടെന്ന് ഒഴിച്ചാൽ അവരുടെ ഒരു സ്റ്റേച്ചർ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ അവർ മത്സരിച്ചാലും അവർ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ലീഡറാണ്. അതൊരു നല്ലൊരു പ്രസംഗകയാണ്. ആ ഒരു മേഖലയിലൊക്കെ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വ്യക്തിത്വം തെളിയിച്ചൊരാൾ എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ വരാനുള്ളൊരു സാധ്യത വളരെ. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതേ മാർക്ക് തന്നെ 10 തന്നെ പോയിന്റ് കിട്ടുന്നുണ്ട് സദാനന്ദൻ മാസ്റ്റർക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയാൻ കിട്ടാൻ സാധ്യതയില്ലെന്ന് ഞാൻ പറയാൻ കാര്യം,
ഇപ്പോൾ ഇന്ത്യയുടെ ആവറേജ് ഏജ് എത്രയാണെന്ന് അറിയാമോ ഹരിക്ക്? ഇന്ത്യയുടെ ആവറേജ് 29 ആണ്. 29 ആണ് നമ്മുടെ ഇന്ത്യയുടെ ശരാശരി. ഇന്ത്യയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ വയസ്സ് 29 ഇപ്പോൾ. ഇപ്പോഴത്തെ 28 29 ഇപ്പോൾ. ആ 29 കൊണ്ടുവരിക മന്ത്രിസഭയുടെ ശരാശരി ഏജ് എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതിന് കുറച്ചുകൂടെ പറ്റിയത് ശോഭാ സുരേന്ദ്രനാണ് സദാനന്ദ മാസ്റ്റർക്കാർ. പിന്നെ സ്ത്രീ പ്രാതിനിധ്യം കൂട്ടണമെന്നുണ്ട്, മറ്റേ 11 ഉയർത്തണമെന്നുണ്ട്. അതിനും പറ്റിയത് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല OBCയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ OBC മെമ്പർമാരുള്ളത് അവരാണ്. 26% മന്ത്രിസഭയിലും പാർലമെന്റിലും അവരുടെ OBC റെപ്രസെന്റേഷൻ. ശക്തമായ അഭിപ്രായം. ഇപ്പോൾ മീനാക്ഷി ലേഖി ആണെങ്കിലും സ്മൃതി ഇറാനി ആണെങ്കിലും നിർമ്മല സീതാരാമൻ, നമ്മൾ BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഫയറിംഗ് ബ്രാൻഡുകളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ ആ ഒരു കാര്യത്തിൽ BJP വളരെ ബ്ലസ്ഡ് ആണ്. കാരണം സ്ത്രീ പ്രാതിനിധ്യം ഏത് രീതിയിലാണ് അവർക്ക് കൂട്ടിയെടുക്കാം. അവർ ആ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത ആൾക്കാരെ കൊണ്ടുവന്ന ഒരു തീപ്പൊരിയാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ എന്നതുകൊണ്ട് അവർക്ക് കുറച്ച് ഒരു ഗ്ലാനി വന്ന് ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലാനി ഒന്ന് മാറ്റി. കാരണം ജയിക്കേണ്ട ഒരു സ്ഥലത്ത് BJPക്കാർ തന്നെ ഭാരം വെച്ച് തോറ്റുപോയതാണ്. ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ പണം കൊടുക്കുന്ന ഒരു രംഗം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്, അതായത് നമ്മുടെ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ ബാബുവിനോട് കാണിച്ച പോലെ ഒരു വൃത്തികേട് ആ സ്ത്രീ കാണിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ സുഖമായിട്ട് ജയിച്ചു പോയേനെ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൊന്നും അവിടെ ജയിക്കാൻ പോകുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് അതിനെ ഒന്ന് മൈറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അവർക്ക് വലിയ റോളൊന്നും കാണില്ല, സഹമന്ത്രി ആയിരിക്കും, ഇവിടെ വലുതായിട്ടൊന്നും ചെയ്യും. പക്ഷെ മന്ത്രിയാണെന്നുള്ള പദവി തന്നെ. പക്ഷേ സഹമന്ത്രി ആകുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ രാജഗോപാൽ സഹമന്ത്രി ആയിരുന്നല്ലോ. രാജഗോപാൽ സഹമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്ത റെയിൽവേയിൽ ഇവിടെ ചെയ്ത പല കാര്യങ്ങളും പല ആൾക്കാരും മന്ത്രിയായിരുന്നപ്പോൾ BJPക്ക് വലിയ ബൂസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ സമർത്ഥമായിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനെ ഇതുപോലെ മനോഹരമാക്കി. വേറെ 8 പേര് 6 പേരൊക്കെ മന്ത്രിമായിരുന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ നമ്മുടെ FCRI-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടെ കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ, നമ്മുടെ തെരഞ്ഞെടുപ്പ്, നമ്മുടെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ടച്ച് ചെയ്ത മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഗോവ നമ്മളിപ്പോൾ ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ് കടന്നു വരും എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ മണിപ്പൂരിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല, നോർത്ത് ഈസ്റ്റിൽ. അപ്പോൾ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ വലിയൊരു പ്രശ്നമൊക്കെ നടന്ന ഒരു സാധ്യത കൂടി പരിഗണിച്ച് നോക്കുമ്പോൾ തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ആ മേഖലകൾ കൂടിയുണ്ടായ ചില സംഘർഷങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട്, അതായത് ആ മേഖലയിൽ BJP അവിടെ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഇന്ത്യ അവിടെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് വളരെ വ്യാജമാണ്. 2 ട്രൈബുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. പക്ഷേ ചില തെറ്റിദ്ധാരണ പടർത്തുവാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ചില മേഖലകളിലെങ്കിലും ചില ഏരിയയിലെങ്കിലും, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അതും കൂടി അടഞ്ഞു പോകും ഈ ഒരു ക്രിസ്ത്യൻ ഒരു പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. മണിപ്പൂരിൽ നിന്ന് അല്ലെങ്കിൽ മണിപ്പൂരിന് പുറത്ത് നിന്ന് എവിടെ നിന്നായാലും. പിന്നെ മറ്റൊരു സാധ്യത ഞാൻ കാണുന്നത് പഞ്ചാബിൽ നിന്നാണ്. പഞ്ചാബിൽ നിന്നൊരു മണിപ്പൂരിന്റെ കാര്യം തന്നെ പറയാം. മണിപ്പൂരിൽ നിന്ന് ഒരു കാരണവശാലും വരാൻ സാധ്യതയില്ലെന്നറിയാം. മണിപ്പൂരിലുള്ളത് 2 ഗോത്ര വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് കുക്കീസ്, മറ്റേത് മെയ്തികൾ. ഈ 2 പേരിൽ ഒരാൾ വന്നാൽ മറ്റവരവിടെ കലാപം വീട്ടിൽ ഇപ്പൊ സമാധാനത്തിൽ നിൽക്കുക. തന്നെ ഇവരെങ്ങനെയാണെന്നറിയോ? ഇറാനും ഇസ്രായേലും എങ്ങനെയാണോ അതുപോലാണ്. മറ്റൊരാളെ വെച്ചേക്കില്ലെന്നുള്ളത് അവരെ ചുട്ടു യാമ്പലാക്കി നശിപ്പിക്കും. മറ്റ് ആ ഗോത്രം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തങ്ങൾക്ക് നിലനിൽപ്പില്ല, വളരെ അസ്തിത്വം. അവിടെ അങ്ങനെ ഇപ്പോൾ ഒരു ചോയ്സ് നടത്താൻ പറ്റുമോ? വലിയ മണ്ടത്തര രാഷ്ട്രീയ പൊളിറ്റിക്കൽ ബ്ലണ്ടറായി പോയില്ല, ഹിമാലയൻ ബ്ലണ്ടറായി പോകും. അതൊരിക്കലും അത് ചെയ്യേണ്ട, നമ്മളത് പ്രതീക്ഷിക്കുക വേണ്ട. ഈ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഹാരി പറഞ്ഞ പഞ്ചാബിന് ചാൻസ് ഉണ്ട് കേട്ടോ. പഞ്ചാബ് എന്ന് പറഞ്ഞ ഒരു സിഖുകാരന് ചാൻസ് ഉണ്ട്. രവനീത് സിംഗ് ബിട്ടു അദ്ദേഹത്തിനെ പരമാവധി ഉയരത്തിലെത്തിക്കാൻ BJP മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് രവനീത് സിംഗ് ബിട്ടു എന്ന് പറയുന്ന ആള്. ആ ഭീകരവാദത്തിനെതിരെയൊക്കെ ആഞ്ഞടിച്ച ഒരു പ്രസ്ഥാനം തന്നെയാണ് ആ മനുഷ്യൻ. BJPക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് 100% പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്രപതിയായിട്ട്. എനിക്ക് ഉറപ്പില്ല അദ്ദേഹം വരുമെന്നുള്ളത്. ഉറപ്പാണ് അടുത്ത റീഷഫിളിൽ. തീർച്ചയായും എന്ത് തന്നെയായാലും ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. BJP എന്തായാലും സർപ്രൈസുകൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള പാർട്ടിയായ നിലയിൽ എന്തായാലും ഇവരിൽ ആരെങ്കിലും തന്നെ ഈ മേഖലയിൽ നിന്നുള്ള ആരെങ്കിലും തന്നെ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം.